ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ചെറുപുഴ പഞ്ചായത്തിലെ LDF പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചു. ഉറപ്പാണ് LDF തുടരും വികസനം എന്ന ആപ്തവാക്യത്തോടെ പുറത്തിറക്കിയ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, ഗതാഗത സംവിധാനം, ചെറുപുഴയെ കൂടുതൽ പരിശീലന സൗകര്യങ്ങളുള്ള പഞ്ചായത്താക്കി ഉയർത്തുക, പഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതിയും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കുന്ന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് LDF നേതൃത്വം അറിയിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ LDF പുറത്തിറക്കുന്ന മാനിഫെസ്റ്റോ ആണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, ഗതാഗത സംവിധാനം, തരിശുരഹിത പഞ്ചായത്ത് തുടങ്ങിയ ജനങ്ങളുടെ ആവശ്യങ്ങൾ LDF അധികാരത്തിൽ വന്നാൽ പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ 19 വാർഡിൽ 13 വിജയിച്ച് LDF UDFൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പഞ്ചായത്താണ്. ഇത്തവണ LDF ഭരണം നിലനിർത്തും എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട അനുഭവങ്ങൾ വിലയിരുത്തിയപ്പോൾ കാണാൻ കഴിയുന്നത്. കേരളത്തിൽ LDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രകടന പത്രികയിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്: വികസന തുടർച്ച, ക്ഷേമ പദ്ധതികൾ, മതനിരപേക്ഷത. LDFനെ കുറിച്ചറിയുന്ന LDFകാരല്ലാത്തവർ കൂടി സമ്മതിക്കുന്ന ഒരു കാര്യം, വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതാണ് LDF. ജനങ്ങളോട് പറയുന്നത് മുഴുവൻ നടപ്പാക്കുന്നതാണ് LDF. 2016 അധികാരത്തിൽ വന്നപ്പോൾ അന്ന് മാനിഫെസ്റ്റോവിലൂടെ 600 വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയെങ്കിൽ അധികാരത്തിൽ 5 വർഷമുണ്ടായതിന് ശേഷം വീണ്ടും ജനവിധി തേടുന്ന സന്ദർഭത്തിൽ അതിൽ 580 നടപ്പാക്കി സംതൃപ്തിയോടെ ജനങ്ങളെ സമീപിക്കുകയാണ് ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ 900 വാഗ്ദാനങ്ങളാണ് LDF നൽകിയത്. അതിൽ മഹാഭൂരിപക്ഷവും നടപ്പാക്കി. വാഗ്ദാനങ്ങളിൽ ഇല്ലാതിരുന്ന ചില കാര്യങ്ങളും നടപ്പാക്കാൻ അതത് ഘട്ടത്തിലെ ചില പ്രത്യേക കാര്യങ്ങളുണ്ടായപ്പോൾ LDFന് കഴിഞ്ഞു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 582 LDF വിജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ 65% LDF ആണ് ഭരണത്തിലെത്തിയത്. ജില്ലാ പഞ്ചായത്തിൽ 14-ൽ 11 LDF ആയിരുന്നു അധികാരത്തിലെത്തിയത്. മുനിസിപ്പാലിറ്റികളിൽ 70% മുനിസിപ്പാലിറ്റികളും LDF അധികാരത്തിലെത്തി. കോർപ്പറേഷനിൽ ആകെയുള്ള 6-ൽ 5-ഉം ഇടതുപക്ഷത്തെയാണ് ജനങ്ങൾ വിജയിപ്പിച്ചത്. അതേ ജനവികാരമാണ് ഇപ്പോഴും കേരളത്തിൽ കാണാൻ കഴിയുന്നത്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം LDF നേടിയപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 സീറ്റും വോട്ടും നേടി ഒരു ഭരണ തുടർച്ച കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ അനുഭാവി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നയാൾ ചില ചാനലുകൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കിയതുപോലെ ഞാൻ കാരണമാണ്. പക്ഷെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവണം, 3ാമതും ഇടതുപക്ഷം ഭരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലേ പെൻഷൻ കൃത്യമായി കിട്ടൂ.
ഞാൻ കഴിഞ്ഞ ദിവസം 3600 രൂപയാണ് പെൻഷൻ വാങ്ങിയത്. പെൻഷൻ തുക 3600 രൂപ വാങ്ങിയെന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ സന്തോഷ കണ്ണീരോടെയാണ് ചാനലിൻ്റെ മുമ്പിൽ പ്രതികരിച്ചത്. ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രം പ്രതികരണമല്ല, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പൊതുപ്രതികരണമാണ് ഇപ്പോൾ കാണുന്നത്. 4.71 ലക്ഷം വീടില്ലാത്തവർക്ക് നൽകിയ സർക്കാർ, 4.10 ലക്ഷം പട്ടയങ്ങൾ കുടുംബങ്ങൾക്ക് നൽകിയ സർക്കാർ, 62 ലക്ഷം പേർക്ക് പെൻഷൻ നൽകിയ സർക്കാർ. ഇതാ പുതുതായി 2 പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി, മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള വീടുകളിലുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾ 32 ലക്ഷത്തോളം വരുന്നവർക്ക് 1000 രൂപ വീതം പ്രതിമാസം നൽകുന്ന അലവൻസ്. നമ്മുടെ നാട്ടിൽ പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എത്തിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികൾക്കെല്ലാം വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യും. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.